പക്ഷേ ഇന്ന് കച്ചിത്തുറുവോ പോത്തോ പശുവോ ഒട്ടൊക്കെ ആ വീട്ടിൽ നിന്ന് കല്യാണം നടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വീട്ടിലേക്ക് എന്ത് ചെയ്യത്തില്ല, കൊച്ചിനെ നമ്മൾ പറഞ്ഞു വിടത്തില്ല. ആ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറിപ്പോയി. അപ്പോൾ ഈ നമ്മൾ കഴിക്കേണ്ടതല്ല, ടീച്ചറൊക്കെ അത് ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും, നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു നല്ല ഭൂരിഭാഗവും വിഷലിപ്തമായിട്ടുള്ളതാണ്. അപ്പോൾ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ വരെയൊക്കെ ഇങ്ങനെ. ഞാൻ സർക്കാർ ജീവനക്കാരനാണ്, കൃഷി വകുപ്പിലാണ് കൃഷിഭവനിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വൈഫ് ടീച്ചറാണ്, ഹയർ സെക്കൻഡറിയിലെ ടീച്ചറാണ്. രണ്ടുപേർക്കുമുള്ള വരുമാനമൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിച്ചു പോകാം. പക്ഷേ ഞാൻ ഏകദേശം 1.25 ലക്ഷം രൂപയുടെ സാധനം ഞാൻ കാർഷിക കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഏതാണ്ട് 1.5 ഏക്കർ നെൽകൃഷി ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, ഈ പാടശേഖരത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം അതിൽ ഈ പുതുതലമുറയിലുള്ള നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ എന്ത് ജോലി, എന്ത് വരുമാനം, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ നിങ്ങളെല്ലാവരും ഭാഗവാക്കാവണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ ടീച്ചർമാർ ഇവർക്ക് മാർഗദർശികളാവണം എന്നുകൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ശരി.